പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച മാസത്തിലും ദിവസത്തിലും അഭിപ്രായ വ്യത്യാസമുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏത് ദിവസത്തിലാണ് ജനിച്ചത്? റബീഉൽ അവ്വൽ മാസത്തിൽ, അതിൽ പോലും അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇനി റബീഉൽ അവ്വൽ മാസത്തിൽ തന്നെ ഏതു ദിവസം? 2 എന്ന അഭിപ്രായം പറഞ്ഞവരുണ്ട്, 8 എന്ന അഭിപ്രായം പറഞ്ഞ താബീകളായ പണ്ഡിതന്മാരുണ്ട്, 9 എന്ന അഭിപ്രായം പറഞ്ഞവരുണ്ട്, 10 എന്ന അഭിപ്രായം പറഞ്ഞവരുണ്ട്, 12 എന്ന അഭിപ്രായം പറഞ്ഞവരുണ്ട്. എന്തുകൊണ്ട് ഈ അഭിപ്രായ വ്യത്യാസം വന്നു? ആശൂറ നോമ്പ് എന്നാണ്. മുസ്ലിമീങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? അന്നൊരു ഇബാദത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അറഫ നോമ്പ് എപ്പോഴാണ്? ദുൽഹിജ്ജ 9-നാണ് എല്ലാവരും അറഫ നോമ്പ് അനുഷ്ഠിക്കുന്നത്. ഒരു അഭിപ്രായ വ്യത്യാസമുണ്ടോ? അന്നൊരു ഇബാദത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. റബീഉൽ അവ്വൽ 12-നാണോ 9-നാണോ 8-നാണോ 2-നാണോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനനം എന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം വന്നു. എന്തുകൊണ്ട്? അന്നൊരു ഇബാദത്തും ഇസ്ലാം ദീനിലില്ല. അന്ന് ചെയ്യേണ്ടതായിട്ടൊന്നും തന്നെ ഇസ്ലാം ദീനിൽ പഠിപ്പിച്ചിട്ടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച അതേ ദിവസം പ്രവാചകന്റെ കൂടെ ജനിച്ച സ്വഹാബാക്കളില്ലേ? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച അതേ മാസം ജനിച്ച സ്വഹാബാക്കളില്ലേ? അവരെങ്കിലും ആ ദിവസം ഒന്ന് നോട്ട് ചെയ്തു വെച്ചിട്ട് ഇന്നാണ് നബി ജനിച്ചത്, അന്ന് പ്രത്യേകമായ പോരിശയുണ്ട്, അന്ന് പ്രത്യേകമായ ആഘോഷമുണ്ട്, അന്ന് പ്രത്യേകമായ ഒരു മൗലിദുണ്ട് എന്ന് പറഞ്ഞവർ നടത്തിയിട്ടില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ ദിവസത്തിന്റെ വിഷയത്തിൽ പോലും അഭിപ്രായ വ്യത്യാസമുണ്ട്.